ഇന്നത്തെ കണി എന്തായാലും കൊള്ളാട്ടോ, അടിപൊളി കണിയായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ രാവിലെ തന്നെ സുരേട്ടൻ പോയിട്ട് നൂഡിൽസ് വാങ്ങി വന്നിട്ടുണ്ട്. കുറേ നാൾക്ക് ശേഷമാണ് ഞങ്ങൾ വീട്ടിലുണ്ടാകുന്നത്. അപ്പം ഞാൻ വിചാരിച്ചത് സേമിയ കൊണ്ട് മോനെ പറ്റിക്കാം, അതുണ്ടാക്കി കൊടുത്തിട്ട് പറ്റിക്കാമെന്ന്. പക്ഷേ ഇത് വാങ്ങി കൊടുത്തപ്പോൾ അതിനുള്ള പ്രിപ്പറേഷൻ. അപ്പോൾ മോൻ തന്നെ വന്നിട്ട് എനിക്ക് സഹായിച്ചു തന്നു. ക്യാബേജൊക്കെ ഭയങ്കര ആവശ്യമായിരുന്നു രാവിലെ തന്നെ ഇതൊക്കെ ചെയ്തു തരാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതൊക്കെ അരിഞ്ഞ് സുരേഷേട്ടനാണ് കേട്ടോ മെയിൻ ഷെഫായിരുന്നു, ഞാൻ അസിസ്റ്റൻ്റായിരുന്നു. ഞാൻ സൈഡിൽ ഇങ്ങനെ നിന്ന് നോക്കി ചെറിയ ചെറിയ ഹെൽപ്പൊക്കെ ചെയ്ത് കൊടുത്താൽ പിന്നെ ആൾ നല്ല സ്പീഡിൽ എല്ലാ പച്ചക്കറിയൊക്കെ അറിയാം. പക്ഷേ ക്യാപ്സിക്കം, അതുപോലെ ക്യാബേജ്, ക്യാരറ്റ് ഒക്കെ കൂടിയിട്ടാണ് പച്ചക്കറിയായിട്ട് ഇട്ടത് കേട്ടോ. പിന്നെ മുട്ട കൊത്തി പൊരിച്ചു. അപ്പോൾ അതിനുള്ള ഹെൽപ്പൊക്കെ ഞാൻ ചെയ്ത് കൊടുത്തു. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ടായിരുന്നു അങ്ങനെ വേവുമ്പോൾ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പച്ചക്കറി ഇങ്ങനെ കഴിക്കാനൊക്കെ. ഞാൻ ബിരിയാണിയിൽ ഉണ്ടാക്കണമെങ്കിലും അങ്ങനെ ഇടാറുണ്ട് കേട്ടോ പച്ചക്കറി. പിന്നെ അതൊക്കെ എല്ലാം സെറ്റാക്കി കുരുമുളക് പൊടിയൊക്കെ ഇട്ട് നല്ല രസത്തിൽ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞങ്ങളുടെ വക വീഡിയോ എടുക്കലും ഇതൊക്കെ. അപ്പോൾ ഏതാണ്ട് ശരിയായി. മണ്ടത്തരം എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഞാൻ വെള്ളം തിളയ്ക്കണായിട്ട് മുൻപേ നൂഡിൽസ് ഇട്ടിട്ട് ഇതാക്കി. അപ്പോൾ ഒത്തിരി കട്ട പിടിച്ച പോലെ കേട്ടോ. എന്നാലും കുഴപ്പമില്ല, നല്ല കാണാനും നല്ല ലുക്കായിരുന്നു, കഴിക്കാനും. അത് കഴിഞ്ഞിട്ട് പിന്നെ അമ്മ അപ്പുറത്തെ സൈഡിൽ കൊള്ളി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. എൻ്റെ പൊന്നെ ഏത് കഴിക്കുമെന്നുള്ള കൺഫ്യൂഷനായിരുന്നു. അവിടുന്ന് കുറച്ച് നൂഡിൽസ് കഴിച്ച് ഇവിടെ വന്നപ്പോൾ ഇത് അതിനായിട്ടും വലിയ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു അമ്മ ഉണ്ടാക്കിയത്. അപ്പം അതും കഴിച്ച് കുറച്ച് നേരം അതിൻ്റെ ടേസ്റ്റായിട്ട് അടുക്കളയിൽ നിന്ന് ഞാൻ തന്നെ ആരും കാണാണ്ട് നിന്ന് കഴിച്ച് ആസ്വദിച്ചു. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. ബായ്.